അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കബ്സയുടെ റെസിപ്പിയാണ്. ഇതൊരു യമനി കബ്സയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കബ്സ റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ കബ്സയെ പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർക്കണില്ല. ഇനി ഒരു 2 മാഗി ക്യൂബ്സാണ് ചേർത്തെടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറെ സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു 3/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്. പാപ്രിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഇത് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാറില്ല. ചിക്കനും ചോറും കൂടെ ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്ന കപ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ഒരുപാട് സമയം നമുക്ക് ചോറുണ്ടാക്കാനൊന്നും വേണ്ട. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ചിക്കന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിവാക്കേണ്ടി വരും കേട്ടോ. അത്രയും ഓയിൽ വേണ്ട ചോറുണ്ടാക്കാൻ. ഇനി ആ ഓയിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 മണി കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മളിതിലേക്ക് ചേർക്കൂല കേട്ടോ. വെളുത്തുള്ളി മാത്രം ചതച്ചെടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് മുഴുവനായിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം. 4 5 ഒക്കെ ചേർക്കാം കേട്ടോ. പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. ഒരു 2 തക്കാളിയാണ് ഞാൻ അരച്ചിട്ടുള്ളത്. വെള്ളമൊന്നും കൂട്ടാണ്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3 മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം കറക്റ്റായിട്ട് അങ്ങനെയൊന്നും അളവില്ല കേട്ടോ. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അറേബ്യൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അറേബ്യൻ മസാല എന്ന് പറഞ്ഞാൽ കബ്സ മസാല, മന്തി മസാല എന്നൊക്കെ പറയും കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്ക ഒരുപാടൊന്നും വേണ്ട. വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. അതുപോലെ ഇതിൽ തന്നെയാണ് നമ്മൾ ചോറും വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് സമയം ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു 3/4 കിലോ അരി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ തീ ഓഫാക്കരുത് കേട്ടോ, തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ വെള്ളം ഒഴിക്കരുത്, ചൂടാക്കിയിട്ട് തന്നെ ഒഴിക്കുക. നമ്മൾ അരിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കുക. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. ഒരു 2 പ്രാവശ്യമൊക്കെ ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഒരുപാട് പ്രാവശ്യമൊന്നും നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ ചേർക്കുകയാണെങ്കിൽ മുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബദാം കിസ്മിസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ മൊത്തമായിട്ട് ഇതിലേക്ക് പിടിക്കാനായിട്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.